ഹായ് ഹലോ. ഈ കാണുന്ന ഹാർട്ട് ഷേപ്പ് ബീഡ്സും സ്റ്റോൺ ചെയിനും മാത്രം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ടൊരു കമ്മൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്റ്റഡ് ബേസ് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തു. കാരണം സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പം എക്സ്ട്രാ കുറച്ച് ഭാഗം വരുന്നത് ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്കത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തു. സ്റ്റോൺ ചെയിൻ 2 സൈസിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം സ്റ്റോൺ ചെയിനിൻ്റെ അടിയിൽ നമ്മളുടെ ഹാർട്ട് ഷേപ്പ് ബീഡ് ഒന്ന് വൈറ്റും പിന്നെ മറ്റേ ഭാഗത്ത് റെഡും അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഹാങ്ങിങ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഹാങ്ങിങ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതായത് ഒരു സൈഡിൽ നമ്മൾ ചെറുതും മറ്റേ സൈഡിൽ വലുതും വെച്ചിട്ട് നമ്മളൊരു ഹാങ്ങിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോഴേ കാതിലേക്ക് കറക്റ്റായി നിൽക്കുള്ളൂ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ മനസ്സിലാവില്ല, ലാസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മിറർ എഫക്റ്റ് വരുന്ന പോലെ ആയിരിക്കണം 2 കമ്മലും ഉണ്ടാവേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ കമ്മലിൻ്റെ പണി ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും തരാൻ മറക്കരുത്. താങ്ക് യു.